കാണുന്നത് മീശപ്പുലിമലയുടെ ആ ഭാഗമാണ്. അത് വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടത്. അപ്പം ഇനി അങ്ങോട്ട് പോയാൽ തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കേരളത്തിൽ നമ്മൾ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യമേ മനസ്സിലോട്ട് വരുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. മൂന്നാർ എന്ന് പറയുമ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് പോകുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അങ്ങനെ കോമൺ ആയിട്ട് എല്ലാവരും പോകാത്തൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ ഒരു മൂന്നാറിലൊരു ടീ പ്ലാന്റേഷൻ ബംഗ്ലാവ് ഉണ്ട്, പഴയൊരു ബംഗ്ലാവ്. ആ ബംഗ്ലാവും അതിന് ചുറ്റപ്പെട്ട കുറച്ച് സ്ഥലങ്ങളും കാണാൻ പോവാണ്. ആ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് സൂര്യനിലാണ്. സൂര്യനിൽ എന്ന് അറിയാലോ, അതിൻ്റെ അടുത്താണ് കൊളുക്കുമലയൊക്കെ. പക്ഷെ നമ്മൾ കൊളുക്കുമലയൊന്നും പോകുന്നില്ല, വേറെ കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ജതിനുണ്ട്. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ള കേട്ടോ അല്ലേ. മൈൽസ് മീൽസ് ആൻഡ് മോർ എന്നാണ് യൂട്യൂബ് ചാനല്. ഈ നടന്നുപോയി പിന്നെ ആരും കാണാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി കുക്കിംഗ് ഒക്കെ നടത്തുന്ന ടീംസാണ്. ഒന്ന് കയറി നോക്കുക. സമയവും കാലവും കാലാവസ്ഥയും ഒന്നും നോക്കാതെ എപ്പോൾ വേണേലും നമുക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു സുന്ദര സ്ഥലമാണ് മൂന്നാർ. മൂന്നാറിലെത്തുന്ന ഒരു സന്തോഷത്തോടെ മാത്രമേ തിരിച്ചു പോകാവുള്ളൂ എന്ന് എന്തോ വാശിയുള്ള പോലെയാണ് ഇവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അധികം നിങ്ങൾ കാണാത്ത മൂന്നാറിൻ്റെ കാഴ്ചകളായിരിക്കും. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ ഇവിടുത്തെ കാഴ്ചകൾ ഒപ്പിയെടുക്കാതെ പോകുന്നത് അത്ര നല്ലൊരു സംഭവമായിട്ട് എനിക്കും തോന്നിയിട്ടില്ല. ന്യൂനമർദ്ദവും സൈക്ലോണും ഒക്കെ കാരണം മഴയും കാറ്റും ഒക്കെ ആയിട്ട് മൂടി കിടക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ മൂന്നാറിലെത്തിയത്. പിന്നെ ഈ യാത്രയുടെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വരുന്ന റോഡാണ്. ഈ റോഡെന്ന് വെച്ചാൽ NH85 ആണ്. അതായത് തമിഴ്നാട്ടിലെ തോണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊച്ചിയുമായിട്ട് കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ ആണിത്. ഈ വഴി വരിക എന്ന് വെച്ചാൽ തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. നമ്മളവിടെ എന്തായാലും വരുന്ന സമയത്ത് ഒരു 3-4 നിർത്തി കാഴ്ചകൾ കണ്ടും ക്യാമറയിൽ ഒപ്പിയും അവിടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല വെയിലുള്ള സമയമായിരിക്കും, പെട്ടെന്ന് മഞ്ഞൊക്കെ കയറി വന്നിട്ട് മൂഡ് കംപ്ലീറ്റ്ലി അങ്ങ് മാറും. ഇതേ നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ നല്ല തെളിഞ്ഞ് നിൽക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ മഞ്ഞൊക്കെ കയറിയിട്ട് ആകെ ഒരു ഇതായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വരുന്ന റോഡ് അതൊരു അനുഭവം തന്നെയാണ്. പൂപ്പാറയിൽ നിന്ന് ചിന്നക്കനാൽ വരെയുള്ള 14 കിലോമീറ്ററാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾ ബസ്സിനാണ് വരുന്നെങ്കിലും ഈ റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പൂപ്പാറയിൽ നിന്ന് മൂന്നാറിനും മൂന്നാറിൽ നിന്ന് തിരിച്ച് പൂപ്പാറയ്ക്കും വരുന്ന ബസ്സുകളുണ്ട്. 33 കിലോമീറ്ററാണ് മൂന്നാറിൽ നിന്ന് പൂപ്പാറ വരെയുള്ള ദൂരം. ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അടിപൊളി കാഴ്ചകൾ മാത്രമായിരിക്കും. കാര്യം മൂന്നാറിൽ നിന്ന് വരുമ്പോഴത്തേക്കും ദേവികുളമൊക്കെ കഴിഞ്ഞിട്ട് ലോക്ക്ഹാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. ആ ടീ എസ്റ്റേറ്റിൽ കൂടെ കയറിയാണ് നമ്മൾ ഈ പറഞ്ഞ ചിന്നക്കനാലും പിന്നീട് പൂപ്പാറയൊക്കെ എത്തുന്നത്. അങ്ങനെ പൂപ്പാറയിൽ നിന്ന് 14 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്കിനും പവർ ഹൗസ് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് എത്തും ചിന്നക്കനാലിൻ്റെ. അവിടെ നിന്നാണ് നമുക്ക് ഉള്ളിലേക്ക് കയറി പോകാനുള്ളത്. പ്രശസ്തമായ കൊളുക്കുമലയൊക്കെ ഈ വഴി തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് കൊളുക്കുമലയ്ക്കൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വഴി കയറുമ്പോൾ തന്നെ കുറേ ഇതുപോലെ ജീപ്പുകൾ പോകുന്നതാണ്. അവരെ ആരെയും സമീപിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആ വഴി പോകുമ്പോൾ തന്നെ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയൊക്കെ ചെയ്യും. അവിടുന്ന് ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട്, അതായത് 2022 മാർച്ച് മാസത്തെ റേറ്റ് വെച്ചിട്ട് 2500 രൂപയാണ് ഒരു ജീപ്പിന് ചാർജ് ചെയ്യുന്നത്. അതിൽ മാക്സിമം 6-7 ആൾക്കാർക്ക് പോകാനും പറ്റും. നമ്മളങ്ങനെ സൂര്യനെല്ലി എത്തി. സൂര്യനെല്ലിയിൽ നിന്ന് ഇടത്തേക്ക് കയറി ഒരു 2 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു ഡെസ്റ്റിനേഷൻ. കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തിയപ്പോഴത്തേക്കിനും തന്നെ നേരെ നല്ലപോലെ ഇരുട്ടി. ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തോ കാഴ്ചകൾ അവിടെ ഉണ്ടെന്ന് എനിക്ക് എത്തിയപ്പോഴേ മനസ്സിലായി. ആളും അനക്കവും ബഹളങ്ങളും ഒന്നും ഇല്ലാത്ത കുറച്ച് കിളികളുടെ സൗണ്ടുകൾ മാത്രമുള്ളൊരു അന്തരീക്ഷം. ഏതൊക്കെയോ സിനിമയിലൊക്കെ കണ്ട ഒരു ബംഗ്ലാവ് പോലെ തോന്നി. 100 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് ഈ ബംഗ്ലാവിനൊക്കെ. മൂന്നാറിൽ തന്നെ ഇങ്ങനെ 22ഓളം ടീ പ്ലാന്റേഴ്സ് ബംഗ്ലാവുകളുണ്ട്. അതിലൊന്നാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ സൂര്യനെല്ലിയിലെ ഈ ബംഗ്ലാവ്. നമ്മളിതങ്ങനെ ടീ പ്ലാന്റേഴ്സ് ബംഗ്ലാവിൽ എത്തിയേക്കുവാണ്. ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തേക്ക്
ബ്രിട്ടീഷുകാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സെറ്റപ്പില്ലേ, നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിലൊക്കെ ഈ ഒരു അതെ ഏകദേശം കുട്ടിക്കാലത്താണ്. അപ്പോൾ ഇത് സൂര്യനെല്ലിയിൽ നല്ല ഹൈറ്റിലിരിക്കുന്ന ഒരു ബംഗ്ലാവാണ്. പുറത്തൊക്കെ നല്ല നീറ്റാണ്. അകത്തോട്ട് കയറി നോക്കാം സെറ്റപ്പ് എങ്ങനെയാണ്. കണ്ടിട്ടൊരു പേടി തോന്നുന്നുണ്ടോ? അത് കയറി നോക്കാം. വാ. ശരിക്കും ഒരു പഴയ ലുക്ക് എന്ന് വെച്ചാൽ പഴയ ലുക്ക് അല്ലേ ഇതിനെ. റൂമും കാര്യങ്ങളൊക്കെ ആ ഒരു പഴമ പോകാതെ അവർ നിലനിർത്തിയിട്ടുണ്ട്. എങ്കിലും എല്ലാം ക്ലീനും നല്ല വൃത്തിയിലുമാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ യാത്രയുടെ ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല വിശപ്പായിരുന്നു. ഫുഡൊക്കെ നല്ലപോലെ കഴിച്ചിട്ട് ആ ഒരു തണുപ്പത്ത് നേരത്തെ കയറി കിടന്നങ്ങ് ഉറങ്ങി. രാവിലെ നേരം വെളുത്തപ്പോഴാണ് നമ്മുടെ ആ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി ശരിക്കും മനസ്സിലായത്. ചുറ്റും തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ബംഗ്ലാവാണിത്. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് 1880 ഈ മൂന്നാറിൽ ടീ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പൊക്കെ ഇവിടെ വലിയ കാടുകളൊക്കെ ആയിരുന്നു. ശബരിമലയ്ക്കൊക്കെ പോകാനായിട്ട് ഇതിലെ വഴിയുണ്ടായിരുന്നു. പണ്ടൊക്കെ ഇവിടെ കാടായിരുന്നുകൊണ്ട് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിന്ന സമയത്ത് ഫുൾ ഇരുട്ടായിരുന്നു. സൂര്യപ്രകാശമൊന്നും ഈ മരങ്ങളുടെ ഇടയിലൂടെ താഴേക്ക് പതിക്കത്തില്ലായിരുന്നു. അങ്ങനെയാണ് നാട്ടുകാർ ഈ സ്ഥലത്തെ സൂര്യൻ ഇല്ലൈ എന്ന് പേരിട്ടത്. അത് പിന്നീട് സൂര്യനെല്ലിയായി മാറുകയായിരുന്നു. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ ദിവസമായിട്ട് രാവിലെ പൂക്കളും കാര്യങ്ങളൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലൂടെ നല്ല ചൂട് കട്ടൻ ചായയൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കാൻ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയിരുന്നു. പിന്നെ ജെമിനെ കൂടാതെ ആനന്ദ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ടും നമ്മളോട് കൂടിയായിരുന്നു. ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തേയില നുള്ളാനായിട്ടുള്ള ചേച്ചിമാരൊക്കെ അതിലെ പോകുന്നുണ്ടത്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സമാധാനമുള്ളൊരു സ്ഥലമാണ്. അലമ്പുകളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ബംഗ്ലാവിന് ചുറ്റും കുറേ മരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പൊതുവെ കാറ്റിനെ പ്രതിരോധിക്കാനും പിന്നെ തണൽ കിട്ടാനുമാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ തണുപ്പൊക്കെ അടിച്ച് നടക്കുക എന്ന് പറഞ്ഞാലും അതും പ്രത്യേക ഒരു മൂഡ് തന്നെയാണ്. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് ഗുണ്ടുമല എസ്റ്റേറ്റ് എന്നാണ് ഈ എസ്റ്റേറ്റിൻ്റെ പേര്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കൊളുക്കുമലയെല്ലാം ഉള്ളത്. നമുക്കതിലെ നടന്ന് ആ തോട്ടത്തിലോട്ടൊക്കെ പ്രവേശിക്കാൻ പറ്റും. ടീ പ്ലാന്റേഴ്സിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് കാണാനൊക്കെ പറ്റും. ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ അടുത്തോട്ട് ചെന്നപ്പം അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. അങ്ങനെ ഇവിടുന്ന് ശേഖരിക്കുന്ന തേയിലകൾ, അതായത് റോ മെറ്റീരിയൽ, ഇത് സൂര്യനെല്ലിയിലും മൂന്നാറിലും ഒക്കെയുള്ള അവരുടെ ഫാക്ടറികളിലേക്ക് ഇങ്ങനെ ഈ വലിയ ട്രാക്ടറിൽ കയറ്റിയിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അവയാണ് പിന്നീട് നമ്മുടെ തീൻ മേശകളിലേക്ക് പ്രോസസ്സ് ചെയ്തൊക്കെ വരുന്നത്. അങ്ങനെ കാഴ്ചകളും ആ വൈബും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ചു നേരം നടന്നു. തണുപ്പടിക്കുന്നുണ്ടാണെന്ന് അറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് കാര്യമായിട്ട് അങ്ങ് കയറി വരുന്നുണ്ടായിരുന്നു. നോർമലി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് താഴെ കാണുന്നത് ചിന്നക്കനാലിലെ റിസർവോയറാണ്. ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. നടന്നങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഉച്ചയ്ക്കത്തെ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു. പിന്നെ പൊതുവെ സമാധാനപ്രിയരായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരാൻ ആഗ്രഹിക്കുക. മൂന്നാറിൻ്റെ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു സമാധാനമുള്ളൊരു സ്ഥലം. അവിടുന്ന് കുറച്ച് മാറി കുറേ വീടുകളും ചെറിയ അമ്പലവും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൂന്നാറിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ക്യാമറ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് നിറച്ച് നമുക്ക് കണ്ടന്റ് തരുന്ന സ്ഥലമാണ്. അതിൽ കുറച്ച് നേരം കറങ്ങിയടിച്ച് കിടന്നു. ഇപ്പോൾ ദൂരെ കാണുന്നത് കൊളുക്കുമലയുടെ ആ ഒരു ഭാഗമാണ്. നടന്ന് നേരം ഏകദേശം ഇരുട്ടി. ഇനിയിപ്പോൾ തിരിച്ച് കയറിയിട്ട് രാത്രിയിലേക്കുള്ള കലാപരിപാടികളാണ്.
ഫുഡ് ഒരു രക്ഷയില്ല ഇവിടുത്തെ. നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് തരും. നമ്മളൊന്ന് പോയിട്ട് ബാർബിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അങ്ങനെ ബാർബിക്യൂ ഒക്കെ കൂട്ടി വൈകിട്ടത്തെ ഫുഡ് ഡേയൊക്കെ കഴിഞ്ഞ് അടുത്ത കലാപരിപാടിയിലേക്ക് പോകാൻ സമയമായി. വേറെ ഒന്നുമല്ല, പുറത്ത് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് തോന്നുന്നു അന്ന് വൈകിട്ട് മഴയൊന്നും പെയ്തില്ല. നല്ല മഴയുള്ള സമയമായിട്ടും ഏകദേശം 12-13 ഡിഗ്രി തണുപ്പായിരുന്നു അന്ന് ആ രാത്രിക്ക് അവിടെ ഉണ്ടായിരുന്നത്. ആ ക്യാമ്പ് ഫയറിൻ്റെ സൈഡിൽ ആ തണുപ്പും ആ ചൂടും ആസ്വദിച്ച് കുറേ നേരം ഇരുന്നു. അന്ന് കുറച്ച് വൈകിയാണ് നമ്മൾ കിടക്കാൻ പോയത്. ഇത് നമ്മുടെ 3ാമത്തെ ദിവസമാണ്. 3ാമത്തെ ദിവസം രാവിലെ എണ്ണീറ്റപ്പോൾ തന്നെ മഴയാണ്. ഞാൻ പറഞ്ഞില്ലേ, മൂന്നാറിലെ പ്രകൃതിയുടെ മാറ്റങ്ങൾ ഓരോന്നും നമുക്ക് വളരെയധികം ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അതിപ്പോൾ മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും. അപ്പം നമ്മൾ ഈ താമസിക്കുന്ന ബംഗ്ലാവിൻ്റെ അടുത്ത് ഒരു ചെറിയ ട്രെക്കിംഗ് പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് പുറത്തുനിന്നുള്ളവർക്കൊന്നും ഇങ്ങോട്ട് ആക്സസ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഗുണ്ടുമല എസ്റ്റേറ്റ് എന്നാണ് ഈ എസ്റ്റേറ്റിൻ്റെ പേര്. ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ ഓണർഷിപ്പിലുള്ള എസ്റ്റേറ്റാണ്. ആ എസ്റ്റേറ്റിലൂടെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടക്കുമ്പം അവിടെ എന്തോ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും പ്രതീക്ഷിച്ച് ഞങ്ങൾ രാവിലെ നടക്കുവാണ്. നമ്മളതിലെ പോയപ്പോൾ 2 ടൈപ്പ് തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റി. ഒന്ന് വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന തേയിലത്തോട്ടവും, പിന്നൊന്ന് വിളവെടുപ്പിന് കാത്തു നിൽക്കുന്ന തേയിലത്തോട്ടവും. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പൊതുവേ കണ്ടുവരുന്ന സംഭവമാണ്. ഈ മലയുടെ മുകളിൽ നിന്നൊക്കെ വലിയ ഓസിട്ട് വെള്ളം കൊണ്ടുവന്നിട്ട് അതായിരിക്കും ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിണറൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ബാക്കിൽ കണ്ടില്ലേ, വലിയൊരു ടാങ്കാണ്. ആ ടാങ്കിലോട്ട് വെള്ളം കൊണ്ടുവരുന്നത് കാണിച്ചു തരാം. വലിയൊരു ഓസ് ഇട്ടിട്ട് ആ ഓസിൽ കൂടെയാണ് ഈ മലയുടെ മുകളിൽ നിന്ന് വെള്ളം വന്നിട്ട് അത് ടാങ്കിൽ ശേഖരിച്ചിട്ടാണ് താഴെ സൂര്യനിലോട്ടൊക്കെ വിടുന്നത്. അപ്പം വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കും. മുകളിലാകുമ്പം കാടാണ്, കാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് വേറെ പൊല്യൂഷനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾക്കുള്ളൊരു പ്രത്യേകതയാണ് അവയ്ക്കിടയിൽ ഇതുപോലെ കുറേ ശോലവനങ്ങളുണ്ടാകും. ഈ ശോലവനങ്ങളിലൊക്കെ കുറേ ജലസ്രോതസ്സുകളൊക്കെ ഉണ്ടാകും. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറിയാൽ കൊളുക്കുമലയുടെ അപ്പുറത്തെ സൈഡൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ടോപ്പിലോട്ട് കയറാൻ പറ്റത്തില്ല. അവിടെ മറ്റേ എന്താണ് ചെന്നായല്ലേ, ചെന്നായ ഉണ്ടെന്നൊക്കെയാണ് ഇവിടുത്തെ ഗാർഡ് പറഞ്ഞത്. പിന്നെ നിറച്ചു അട്ട, തോട്ടപ്പുഴു അതുകൊണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെ വരെ പോകാൻ പറ്റുള്ളൂ. ആ താഴെ വരെ പോകാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ തന്നെ മടുത്തല്ലേ, ഏതായാലും നോക്കാം. പിന്നെ ഞാൻ തുടക്കത്തിൽ 1/2 കിലോമീറ്റർ നടക്കാനുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അത് 1/2 കിലോമീറ്റർ അല്ല, 1/2 മണിക്കൂറായിരുന്നു. 1/2 മണിക്കൂർ നമ്മൾ നടന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു പോയിന്റിലൊന്നും എത്തിയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ അങ്ങ് നടന്നു. അങ്ങനെ ടോപ്പിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്നൊരു പനോരമിക് വ്യൂ, അതായത് ദൂരെ നമ്മൾ താമസിച്ച ബംഗ്ലാവിൻ്റെ അപ്പുറമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയേക്കുവാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കയറുന്ന വലിയ റിസ്ക്കാണ്. കാര്യം മുകളിൽ കാണുന്നത് മീശപ്പുലിമലയുടെ ആ ഭാഗമാണ്. അത് വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോയാൽ തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ട്രാവൽ വീഡിയോസ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഞങ്ങളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്നാൽ പിന്നെ വിട്ടാലോ? ഓക്കെ, ബൈ.